ഫ്രണ്ട്സ്, നമ്മൾ NCERT സീരീസിലെ +2 ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററിയുടെ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കലാപകാരികളും രാജും 1857 കലാപവും അതിൻ്റെ ചിത്രീകരണങ്ങളും നോക്കാം. 1857 വിപ്ലവം. ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് ശിപായികൾ എന്നാണ്. 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് ശിപായി ലഹള എന്നാണ്. ബ്രിട്ടീഷുകാരുടെ ശിപായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന് ഒരു മാസത്തിന് ശേഷം മീററ്റിലെ 3ാം സൈനിക വിഭാഗത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുത്തു. മീററ്റിലെ പട്ടാളത്താവളത്തിലെ ശിപായികൾ കലാപം ആരംഭിച്ചത് 1857 മെയ് 10-നാണ്. ക്രമേണ മീററ്റ് കണ്ടോൺമെൻറ്റിൻ്റെ മുഴുവൻ ഇന്ത്യക്കാരും ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ കലാപത്തിനിറങ്ങി. ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല കൈവശപ്പെടുത്തി ആയുധങ്ങൾ എടുത്തായിരുന്നു കലാപം ആരംഭിച്ചത്. മീററ്റിൽ നിന്നും കലാപകാരികൾ നേരെ ഡൽഹിയിലാണ് എത്തിയത്. ശിപായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് 1857 മെയ് 11-നാണ്. ഇത് NCERT ഫാക്റ്റാണ്, ശ്രദ്ധിച്ചു പഠിക്കുക. ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. കലാപകാരികളുടെ സമ്മർദ്ദത്താൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തി ഷഹൻഷാഹ് ഹിന്ദുസ്ഥാൻ ആയി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന് ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ ആയിരുന്നു ഭക്ത് ഖാൻ. അടുത്ത കലാപത്തിൻ്റെ രീതിയും ആരംഭവും. 1857 ആരംഭിച്ച കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ആരംഭിച്ചത്. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്തേക്ക് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. 1857 കലാപത്തിൻ്റെ പൊതു സവിശേഷതകളാണ്: ഫസ്റ്റ് വൺ, ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. കലാപം ആരംഭിക്കുന്നതിന് ശിപായികൾ സ്വീകരിച്ച മാർഗങ്ങൾ: വെടിമുഴക്കവും ബ്യൂഗിളിൻ്റെ ശബ്ദവും. അടുത്ത നോക്കുകയാണെ, ബ്രിട്ടീഷ് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണ മുറി അറിയപ്പെടുന്നത് ബെൽ ഓഫ് ആംസ് എന്നാണ്. അപകീർത്തികരമായ അർത്ഥത്തിൽ വിദേശികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് ഫിരങ്കി. നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലല്ലാത്ത ഒരു രാജ്യത്ത് താമസിച്ചിരുന്ന ഗവർണർ ജനറലിൻ്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമമാണ് റെസിഡൻറ്റ്. കേട്ടോ, റെസിഡൻറ്റ് എന്നുള്ള വേർഡ് ഓർത്തിരുന്നോണേ. കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങളാണ് സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായി ഹിന്ദി, ഉറുദു, പേർഷ്യൻ ഭാഷകളിലായിരുന്നു. കലാപകാരികൾ രഹസ്യമായ ആശയങ്ങൾ കൈമാറുന്നതിന് പ്രധാന ഉപാധിയായി ഉപയോഗിച്ചിരുന്നത് ചപ്പാത്തിയാണ്. അതാണ് ഈ ചപ്പാത്തി സംഭവം എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് കൈമാറുമായിരുന്നു. ഇതിന് തുടക്കം കുറിച്ചത് ഗുരു ദാസാബാബയാണ്. ദാസാബാബ നാനാ സാഹിബിൻ്റെ ഗുരുവാണ്. കലാപത്തിലെ പ്രധാന നേതാക്കളും അനുയായികളും: ബഹദൂർ ഷാ രണ്ടാമൻ, ഓർത്തോണേ, അവസാന മുഗൾ ചക്രവർത്തി, കലാപകാലത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി ഉയർത്തപ്പെട്ടു. തൂലിക നാമം സഫർ. ചെങ്കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയ വാർഷിക പെൻഷൻ പറ്റി ജീവിച്ചിരുന്നു. നെക്സ്റ്റ് വൺ, ഷാമൽ. ഉത്തർപ്രദേശിലെ ബറൌഡ് പർഗാനയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഷാമലാണ്. പ്രാദേശികമായ രാജാവായി അംഗീകരിക്കപ്പെടുന്ന ഷാമൽ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ്റെ ബംഗ്ലാവ് പിടിച്ചടക്കുകയും അതിനെ നീതിയുടെ ഹാൾ ആക്കി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അടുത്തയാൾ മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. 1856 ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ്, വിശുദ്ധ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചു. ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്നത് ഡങ്കാ ഷാ എന്നാണ്. പ്രസിദ്ധമായ ചിൻഹൌട്ട് യുദ്ധത്തിൽ പോരാടുകയും ഹെൻറി ലോറൻസിൻ്റെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പങ്കെടുത്ത യുദ്ധം ഓർത്തന്നെ ചിൻഹട്ട് യുദ്ധം. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയോണേ. നേതാക്കൾ: കൻവർ സിംഗ്, സ്ഥലം ആറ, ബീഹാറിലാണ്. ബിർജിസ് ഖാദർ, അവധ്. ജനറൽ ഭക്ത് ഖാൻ, ഡൽഹി. ഗോനു, ചോട്ടാ നാഗ്പൂരിലെ സിംഭം. കണ്ടോ, അത്രയും അത് നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിലും കാണാത്തന്നെ, NCERT മാത്രം ഉള്ള ഫാക്റ്റാണ്, ഓർത്തോണേ. സിംഭത്തിലെ ഗോത്രവർഗ കർഷകനായ ഗോനു ആ പ്രദേശത്തെ കോൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവായി തീർന്നു. 1857 വിപ്ലവത്തിൻ്റെ അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും. കലാപത്തിൻ്റെ വളർച്ചയെ സഹായിച്ച രണ്ട് പ്രധാന സംഭവങ്ങളാണ് കലാപ സമയത്ത് പ്രചരിച്ച അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും. അഭ്യൂഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്
കലാപത്തിന് തുടക്കം കുറിച്ച സൈനികർക്ക് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് കൊഴുപ്പ് പുരട്ടിയ തിരകൾ വെടിയുണ്ട ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു. ഈ തിരകളിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമായാണ് കണക്കാക്കിയിരുന്നത്. മിലിറ്ററി കൺട്രോൾമെൻറ്റിൽ നിന്ന് വിതരണം ചെയ്യുന്ന ധാന്യപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തുന്നുണ്ടെന്ന അഭ്യൂഹം മൂലം ശിപായിമാർ ഗോതമ്പ് പൊടി അഥവാ ആട്ട തൊടാൻ പോലും വിസമ്മതിച്ചു. ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നു എന്ന വാർത്തയും പ്രചരിച്ചു. ഇനി പ്രവചനത്തിന് ഉദാഹരണം ഏതാ? പ്ലാസി യുദ്ധം കഴിഞ്ഞ് 100-ാം വാർഷികം ആകുമ്പോഴേക്കും 1857 ആകുമ്പോഴത്തേക്ക് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കും എന്ന പ്രവചനം ജനങ്ങളെ കലാപത്തിലേക്ക് നയിക്കുന്നതിന് കൂടുതൽ ശക്തി പകർന്നു. അടുത്ത കലാപത്തിൻ്റെ കാരണങ്ങൾ. സാമ്പത്തിക കാരണങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗത കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർത്തു. കർഷകർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുകയും ഉൽപ്പാദിപ്പിച്ച വിളകൾ ഭൂരിഭാഗവും നികുതിയായി നൽകേണ്ടി വരികയും ചെയ്തു. ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറ്റിയതോടെ അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളമായും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായും ഇന്ത്യ മാറി. ഇന്ത്യ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഒരു കമ്പോളമായതോടെ കുടിൽ വ്യവസായങ്ങളുടെയും പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങളും തകർന്നു. അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതിന് കാരണക്കാരായ ഇംഗ്ലീഷുകാർക്കെതിരായുള്ള അസംതൃപ്തിയും വെറുപ്പുമാണ് കലാപത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഭരണപരവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ. നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലഭിച്ചിരുന്ന കലാകാരന്മാർ, മതനേതാക്കൾ എന്നിവരുടെ നിലനിൽപ്പ് അപകടത്തിലായി. യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട കോടതികൾ ബ്രിട്ടീഷുകാരുടെയും സെമീന്ദാർമാരുടെയും താൽപ്പര്യങ്ങൾ മാത്രമേ സംരക്ഷിച്ചിരുന്നുള്ളൂ. കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ അവസാനം ഭരണകൂടത്തിനെതിരെയുള്ള കലാപത്തിൽ പങ്കുചേർന്നു. നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ദത്തവകാശ നയവും സൈനിക സഹായ വ്യവസ്ഥയും വഴി അനേകം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരികളും ഫ്യൂഡൽ പ്രഭുക്കളും കലാപത്തിൽ മുന്നണി പോരാളികളായി. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ഇതിൽ പ്രകാരം ഒരു നാട്ടുരാജാവ് പുരുഷ അനന്തരാവകാശികളില്ലാതെ മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. സൈനിക സഹായ വ്യവസ്ഥ. ആക്രമണത്തിലൂടെ അല്ലാതെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് ആവിഷ്കരിച്ച നയങ്ങളിലൊന്നാണ് സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ചത് 1798 സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് വെല്ലസി പ്രഭു. ഈ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകളാണ്: ഈ വ്യവസ്ഥകൾ ഒപ്പുവെക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിര സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. ആ സൈന്യത്തിൻ്റെ ചെലവ് നാട്ടുരാജ്യത്തിലെ രാജാവ് നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്തിൻ്റെ സംരക്ഷണം കമ്പനി ഏറ്റെടുക്കും. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രവുമായോ ഭരണാധികാരികളുമായോ സന്ധി സംഭാഷണത്തിലോ കരാറിലോ ഏർപ്പെടരുത്. ഇനി അടുത്തത് സാമൂഹികവും മതപരവുമായ ഘടകങ്ങളാണ്. ഇന്ത്യയിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത് എന്ന ധാരണ വളർന്നു വന്നു. ചില സാമൂഹ്യ പരിഷ്കരണ നിയമങ്ങൾ, സതി നിരോധനം, ശൈശവ വിവാഹ നിരോധനം ഈ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളെയും ഇന്ത്യക്കാർ സംശയത്തോടെ കണ്ടു. അവധിലെ കലാപം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിയാണ് എന്ന് പറഞ്ഞതാരാ? ഡൽഹൌസി പ്രഭു. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞ? അവധ്. 1851 പറഞ്ഞാണ്. ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയത്തിൻ്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യമാണ് അവധ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ നല്ലൊരു ശതമാനം സൈനികരെയും റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നത് അവധിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമായിരുന്നു. അവധ് അറിയപ്പെട്ടിരുന്നത് ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നായിരുന്നു. ഓർത്തിരുന്നോണേ. അടുത്ത സൈനിക സഹായ വ്യവസ്ഥ അവധിനുമേൽ അടിച്ചേൽപ്പിച്ച വർഷം 1801 അവധ് രാജ്യം ഔപചാരികമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം 1856 നോട്ട് ചെയ്തോണേ. ദുർഭരണത്തിൻ്റെ പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കൽക്കത്തയിലേക്ക് നാട് കടത്തിയ അവധിലെ നവാബാണ് വാജിദ് അലി ഷാ. ബ്രിട്ടീഷുകാർ അവധ് പിടിച്ചടക്കിയതോടെ അവധിലെ ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ. കൊട്ടാരവുമായി ബന്ധപ്പെട്ട അനേകം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. കവികൾ, കലാകാരന്മാർ, ശില്പികൾ തുടങ്ങിയവർ തൊഴിൽ രഹിതരായി. കർഷകർ അമിതമായി നികുതി നൽകേണ്ടി വന്നു. താലൂക്കുദാർമാരുടെ അധികാരവും പദവികളും നഷ്ടപ്പെട്ടു. തദ്ദേശീയമായ ഭരണവും പട്ടാളവും പിരിച്ചുവിട്ടതിനാൽ അനേകം തൊഴിൽ നഷ്ടപ്പെട്ടു.
അവധിലെ താലൂക്ക്ദാർമാർ നീക്കം ചെയ്യാനായി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് സമ്മറി വ്യവസ്ഥ. ഐക്യത്തിൻ്റെ കാഴ്ചപ്പാട്. 1857 വിപ്ലവത്തിൻ്റെ സവിശേഷത ജാതിഭേദമന്യേ മുഴുവൻ ഇന്ത്യക്കാരും ഒരുമയോടെ പ്രവർത്തിച്ചു എന്നതാണ്. ബ്രിട്ടൻ എന്ന പൊതുശത്രുവിനെതിരെ ഒരുമിച്ചാണ് ഇന്ത്യക്കാർ പോരാടിയത്. ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായ സെമീന്ദാർമാരെയും അവരുടെ സഹായികളെയും കലാപകാരികൾ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ലക്നൗവിൻ്റെ ആശ്വാസം. ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കിയ 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റീൽസ് ഓഫ് ലക്നൗ. ബാർക്കറുടെ ഈ ചിത്രത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡറായിരുന്ന കോളിൻ ക്യാമ്പലിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ നിമിഷത്തെയാണ് ആഘോഷിക്കുന്നത്. ഈ ചിത്രത്തിൽ ഉൾപ്പെട്ട മറ്റു ബ്രിട്ടീഷ് സൈനികരാണ് ജെയിംസ് ഔട്ട്റാമും ഹെൻറി ഹാവ്ലോക്കും. നെക്സ്റ്റ്, അടിച്ചമർത്തൽ. ഡൽഹി, കാൺപൂർ, ലക്നൗ എന്നിവിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണം തൽക്കാലത്തേക്ക് മാത്രമേ ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കലാപാനന്തരം മുഗൾ ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ചയാണ് കലാപകാരികൾ ലക്ഷ്യം വെച്ചത്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച നടപടികൾ. ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. കലാപ സാധ്യത ഇല്ലാതാക്കാൻ നിരവധി നിയമങ്ങൾ പാസാക്കി. ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി. ഇംഗ്ലണ്ടിൽ നിന്നും കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിലെത്തിച്ചു. കലാപത്തിന് ശേഷം 1859 ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും ആക്രമണവും സഹിച്ച് നിൽക്കുന്ന നിസ്സഹായരായ ബ്രിട്ടീഷ് വനിതകളെയും കുട്ടികളെയുമാണ് ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നത്. ഒരു കോട്ടിംഗ് ആണ്. അല്പം ദാക്ഷിണ്യവും കരുണയും കാണിക്കുകയാണെങ്കിൽ ശിപായിമാരുടെ കൂറ് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് കാനിങ് പ്രഭുവാണ്. കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ. ഇന്ത്യയിലെ എല്ലായിടത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, വൻകിട കച്ചവട എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല. അതൊരു കാരണമാണ്. കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വൺ, കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കലാപത്തിൻ്റെ പരാജയത്തിന് കാരണമായി. ഇതൊന്ന് നന്നായിട്ടൊന്ന് നോക്കിക്കോണേ. നെക്സ്റ്റ് വൺ, വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലാവുകയും ചെയ്തു. കലാപശേഷം സാമൂഹിക പരിഷ്കരണങ്ങളോട് മുഖം തിരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമായി. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ഗവർണർ ജനറൽ എന്ന നിലയിൽ സൈനിക ഉപകരണങ്ങൾ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഹെൻറി ഹാർഡിഞ്ച്. ഓർത്തോണേ. കലാപകാലത്തെ അവധിലെ മിലിറ്ററി പോലീസ് ക്യാപ്റ്റനായിരുന്ന വ്യക്തി ക്യാപ്റ്റൻ ഹേഴ്സി. ഇനി കാലരേഖയൊന്ന് നോക്കി. 1801 അവധിലെ വെല്ലസി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി. അവധിൽ 1856 നവാബ് വാജിദ് അലി ഷാ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അവധ് കൂട്ടിച്ചേർക്കപ്പെട്ടു. 1856-57 സമ്മറി ഭൂനികുതി വ്യവസ്ഥ അവധിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1857 മെയ് 10 മീററ്റിൽ കലാപം ആരംഭിക്കുന്നു. മെയ് 11-12 ഡൽഹിയിലെ സൈനിക വ്യൂഹങ്ങൾ കലാപം നടത്തുന്നു. ബഹദൂർ ഷാ നാമമാത്രമായ നേതൃത്വം സ്വീകരിക്കുന്നു. മെയ് 20-27 ആയപ്പോഴോ അലിഗർ, ഇറ്റാവ, മെയിൻപുരി, ഈറ്റ എന്നിവിടങ്ങളിൽ സൈനിക കലാപം. മെയ് 30 ആയപ്പോൾ ലക്നൌവിൽ കലാപം. മെയ് ജൂൺ മാസങ്ങളിൽ സൈനിക കലാപം ജനകീയ കലാപമായി മാറുന്നു. ജൂൺ 30 ചിൻഹട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയം നേരിടുന്നു. സെപ്റ്റംബർ 25 ആയപ്പോഴത്തേക്ക് ഹാവ്ലോക്കിൻ്റെയും ഔട്ട്റാമിൻ്റെയും നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന ലക്നൌവിലെ റെസിഡൻറ്റിൻ്റെ വസതിയിൽ പ്രവേശിക്കുന്നു. ജൂലൈ ആയപ്പോഴത്തേക്ക് യുദ്ധത്തിൽ ഷാമൽ കൊല്ലപ്പെടുന്നു. ജൂൺ 1858 ആയപ്പോഴത്തേക്ക് ഝാൻസി റാണി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. ഈ ചാപ്റ്ററിൻ്റെ A to Z എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.